ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ടി വി വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ വർത്തമാനം പറയുന്നത് അല്ലേ? അതിന് കുഞ്ഞുണ്ണി മാഷ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാണ്. രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയാൽ ആരും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിട്ടില്ല. വായിലേക്കുള്ള വഴി കാണാപ്പാടാണ്. അപ്പോൾ ടി വിയിൽ നോക്കി ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൂറ വീണാൽ അത് മുളകാണെന്ന് വിചാരിച്ച് ചാലിച്ച് കൂട്ടുന്നതും ചെയ്യും. അതുകൊണ്ട് ഇത് പൂട്ടിയിട്ട് വർത്തമാനം പറയുന്ന വീടുകളുണ്ടാവണം. മൊബൈൽ ഫോണും ടി വിയും വർത്തമാനം പറയുന്നിടത്ത് പ്രവേശിക്കാൻ അനുവദിക്കരുത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകാശമുള്ളിടത്തേക്ക് നോക്കും. എലിപ്പത്തായത്തിൻ്റെ സാങ്കേതിക വിദ്യ എന്താണ്? മരം കൊണ്ടുണ്ടാക്കിയ എലിപ്പത്തായം രാത്രി തന്നെ എലിക്ക് ഒറ്റ രാത്രി കൊണ്ട് അത് കരണ്ട് മുറിച്ച് പുറത്ത് കിടക്കാൻ കഴിയും. പക്ഷേ അത് ശ്രമിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആശാരിമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന എലിപ്പത്തായത്തിൻ്റെ ഒരു ഭാഗത്ത് കമ്പിയിട്ടിരിക്കുന്നത് കൊലരുന്നത് വരെ വെളിച്ചവും നോക്കിയിരിക്കാനാണ്. അല്പം വെളിച്ചം കിട്ടുമല്ലോ. തുരക്കാൻ നോക്കാതെ ഈ വെളിച്ചം നോക്കിയിരിക്കും. അപ്പോഴേക്ക് ആള് കാണും. അതിനു വേണ്ടിയാ വെളിച്ചത്തോട്. പുഴയുടെ അരികിലുള്ള വൃക്ഷക്കൊമ്പുകൾ അല്ലെങ്കിൽ തെങ്ങ് പുഴയിലേക്ക് ചായുന്നത് വെളിച്ചത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. വീടിൻ്റെ അടുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം വീട്ടിലേക്ക് എപ്പോഴും ചായുന്നത് വീടിൻ്റെ മേലെ മറ്റ് സസ്യങ്ങളില്ലാതെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഒരു പ്രത്യേകത പ്രകാശമാണല്ലോ. വിദ്യുത് ശക്തി, വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇടിമിന്നലിന്റെ പര്യായമാണ്. വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശമെന്നാണ് അർത്ഥം. വിദ്യുത്ത് പ്രകാശത്തിൻ്റെ ഒരു പ്രശ്നം, നിങ്ങളുടെ വീട്ടിൻ്റെ വരാന്തയിൽ ഒരു ബൾബിട്ടാൽ ആ ബൾബിന് നിങ്ങളുടെ വീടിൻ്റെ അതിര് വരെ മതിൽ വരെയേ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് നിബന്ധന വെക്കാൻ പറ്റില്ല. അതിനാവുന്നത്ര ദൂരം പോവും. പ്രകാശത്തെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പ്രകാശം തന്നെയാണ് ഒരു പുതിയ അറിവ്. നമുക്കൊരു പുതിയ അറിവുണ്ടായാൽ, ഒരു പുതിയ രഹസ്യം അറിഞ്ഞാൽ അത് ആരോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ താമസിക്കുന്ന പയ്യൻ ആണല്ല പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്നസെൻ്റ് അത് ആരോടും പറയാൻ പറ്റാഞ്ഞിട്ട് രാത്രിയിൽ ശ്വാസം മുട്ടിക്കളിക്കുന്ന രംഗമുണ്ട്. അത് ഇന്നസെൻറ്റിൻ്റെ കുഴപ്പമല്ല, അറിവിൻ്റെ കുഴപ്പമാണ്. ഇതാരോടും ഒന്ന് പറയണം. നമ്മളിതിങ്ങനെ നാട്ടിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ആരോടും ഒന്നും പറയരുതെന്ന് അല്ലേ? ഒന്നും ആരോടും പറയരുതെന്ന് പറയണമെന്നേ. ആളുകൾ പറയട്ടെന്നേ. പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം തീർക്കാനല്ലേ നമുക്ക് ബുദ്ധി തന്നത്.